നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. 2023 ദേശീയ കായിക അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ താരം മുഹമ്മദ് ഷമിക്ക് അർജുന അവാർഡാണ് ലഭിച്ചിരിക്കുന്നത്. 2023 മികച്ച പ്രകടനം മുൻനിർത്തിയാണ് പുരസ്കാരങ്ങൾ. അടുത്തിടെ സമാപിച്ച ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ 24 വിക്കറ്റുകൾ വീഴ്ത്തി ഗംഭീര പ്രകടനമായിരുന്നു ഷമി കാഴ്ചവെച്ചത്. ഇന്ത്യയെ ഫൈനലിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് ഷമിയായിരുന്നു. അതേസമയം ഷമിയെ കൂടാതെ മറ്റ് 25 പേർക്ക് കൂടി അർജുന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിലും ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലും വെള്ളി മെഡൽ നേടിയ മലയാളി ലോങ് ജംപ് താരം എം ശ്രീശങ്കറിന് അർജുന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ക്രിക്കറ്റർ മുഹമ്മദ് ഷമിയും ഉൾപ്പെടെ 26 പേർക്കാണ് അർജുന പുരസ്കാരം. ദേശീയ യുവജനകാര്യ കായിക മന്ത്രാലയം ബുധനാഴ്ചയാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. സമീപകാലത്ത് ലോങ് ജംപ് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യയുടെ മേൽവിലാസമായ പാലക്കാട് യാക്ര സ്വദേശി എം ശ്രീശങ്കർ ഈ വർഷം ഹങ്ചോ ഏഷ്യൻ ഗെയിംസിൽ വെള്ളി നേടി. 8.41 മീറ്റർ ചാടി പുതിയ ദേശീയ റെക്കോർഡ് കുറിച്ചതും ഈ വർഷമാണ്. പിന്നീട് ജസ്റ്റിൻ ആൽഡ്രിൻ ഈ റെക്കോർഡ് തിരുത്തുകയും ചെയ്തു. 2022 ബർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിലും രാജ്യത്തിനായി വെള്ളി മെഡൽ നേടി. ബാങ്കോക്കിൽ നടന്ന ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലും വെള്ളി നേടി. മുൻ അത്ലറ്റുകളായ എസ് മുരളിയുടെയും കെ എസ് ബിജിമോളുടെയും മകനായ ശ്രീശങ്കർ ഒളിമ്പിക്സ് ലക്ഷ്യമിട്ട് കേന്ദ്രം നടത്തുന്ന ടാർഗറ്റ് ഒളിമ്പിക് സ്കീം അംഗമാണ്. വനിതാ സ്റ്റീപ്പിൾ ചെസ് 5000 മീറ്റർ ഓട്ടക്കാരി പരുൾ ചൗധരിയും അത്ലറ്റിക്സിൽ അർജുന പുരസ്കാരം നേടിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിലെ വിക്കറ്റ് നേട്ടത്തിൽ ഒന്നാമനായ ഇന്ത്യൻ പേസ് ബൗളർ മുഹമ്മദ് ഷമിയും അർജുന നേടി. ഷൂട്ടർ ഐശ്വരി പ്രതാപ് സിംഗ്, ഗുസ്തി താരം അന്തിം പങ്കർ, അമ്പെയ്ത്തുകാരിയായ ഓജസ് പ്രവീൺ, അതിഥി സ്വാമി തുടങ്ങിയവരും അർജുന പുരസ്കാരം നേടി. അതേസമയം ലൈഫ് ടൈം വിഭാഗത്തിൽ ഇന്ത്യൻ കബഡി ടീമിന്റെ പരിശീലകൻ ഇ ഭാസ്കറിന് ദ്രോണാചാര്യ പുരസ്കാരവും ലഭിച്ചു. കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയാണ് ഇദ്ദേഹം. നിലവിൽ ബംഗളൂരു സാഹിയിൽ ഹൈ പെർഫോമൻസ് കോച്ചായി സേവനമനുഷ്ഠിക്കുന്നുണ്ട്. 2009 മുതൽ ദേശീയ ടീമിനൊപ്പമുണ്ട്. 2023 ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകളെ പരിശീലിപ്പിക്കുകയും ചെയ്തു. 2010 പുരുഷന്മാരുടെ ടീമിനും 2014 വനിതാ ടീമിനും ഏഷ്യൻ ഗെയിംസ് സ്വർണം നേടിക്കൊടുത്തു. പ്രോ കബഡി ലീഗിൽ യു മുംബൈയെ ഒരിക്കൽ ചാമ്പ്യന്മാരും 2 വട്ടം റണ്ണറപ്പുകളുമാക്കി. ഓജസ് പ്രവീൺ, അതിഥി ഗോപിനാഥ്, എം ശ്രീശങ്കർ, പാറുൽ ചൗധരി, മുഹമ്മദ് ഹുസാമുദ്ദീൻ, ആർ വൈശാലി, മുഹമ്മദ് ഷമി, അനുഷ് അഗർവാല, ദിവ്യ കൃതി സിംഗ്, ദീക്ഷ ദാഗർ, കൃഷ്ണൻ ബഹദൂർ, പഥക്, പുക്കംബ്രം സുശീല, ചാനു, പവൻകുമാർ, റിതു നേഗി, നസ്രീൻ, പിങ്കി, ഐശ്വര്യ പ്രതാപ്, സിംഗ് തോമർ, ഹരീന്ദർ, പാൽ സിംഗ്, ഐഹിക മുഖർജി, സുനിൽ കുമാർ, അന്തിം പക്കൽ, നോറോം റോഷി ബിന, ശീതൾ ദേവി, ഇല്ലൂരി അജയ് കുമാർ റെഡ്ഡി, പ്രാചി യാദവ് എന്നിവരാണ് അർജുന അവാർഡിന് അർഹരായവർ. ഡിസംബർ 13 സർക്കാർ സമിതിയാണ് കായിക താരങ്ങളെ അവാർഡിനായി നാമനിർദ്ദേശം ചെയ്തത്. റെഗുലർ വിഭാഗത്തിൽ 5 പരിശീലകർക്കും ലൈഫ് ടൈം വിഭാഗത്തിൽ 3 പേർക്കും ദ്രോണാചാര്യ അവാർഡിന് മന്ത്രാലയം അനുമതി നൽകി. ലൈഫ് ടൈം വിഭാഗത്തിലെ ധ്യാൻചന്ദ് പുരസ്കാരം 3 പേർക്ക് നൽകും. മികച്ച പരിശീലകർക്കുള്ള ദ്രോണാചാര്യ അവാർഡ് ലളിത് കുമാർ, ആർ ബി രമേശ്, മഹാവീർ പ്രസാദ് സൈനി, ശിവേന്ദ്ര സിംഗ്, ഗണേഷ് പ്രഭാകർ. മികച്ച പരിശീലകർക്കുള്ള ദ്രോണാചാര്യ അവാർഡ് ലൈഫ് ടൈം വിഭാഗത്തിൽ ജസ്കിരത് സിംഗ് ഗ്രേവാർ, ഇ ഭാസ്കരൻ, ജയന്തകുമാർ പുഷിലാൽ. മികച്ച ലൈഫ് ടൈം അവാർഡ് കവിത സെൽവരാജ്, മഞ്ജുഷ ക്യാൻവർ, വിനീത് കുമാർ ശർമ്മ എന്നിവർക്ക് ലഭിച്ചു. പുരസ്കാര തുക ഖേൽരത്നയ്ക്ക് 25 ലക്ഷം രൂപയും അർജുനയ്ക്ക് 15 ലക്ഷം രൂപയും ദ്രോണാചാര്യ ലൈഫ് ടൈമിന് 15 ലക്ഷം രൂപയും ദ്രോണാചാര്യ റെഗുലറിന് 10 ലക്ഷം രൂപ എന്നിങ്ങനെയാണ്. ഇന്ത്യൻ ബാഡ്മിന്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടി, സ്വത്തിക് സായി രാജ് രംഗി റെഡ്ഡി എന്നിവർക്ക് ഇന്ത്യയുടെ ഉയർന്ന കായിക പുരസ്കാരമായ ഖേൽരത്ന പുരസ്കാരവും ലഭിച്ചു. കായിക രംഗത്തെ 2ാമത്തെ വലിയ പുരസ്കാരമാണിത്. അതേസമയം ക്രിക്കറ്റ് മേഖലയിൽ നിന്ന് ഷമിക്ക് മാത്രമാണ് പുരസ്കാരം ലഭിച്ചത്. പരിശീലകർക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരത്തിന് കബഡി കോച്ച് ഭാസ്കരനും അർഹനായി. സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. അതേസമയം മലയാളി ലോങ് ജംപ് താരം ശ്രീശങ്കറിനും പുരസ്കാരം ലഭിച്ചു. ഏഷ്യൻ ഗെയിംസിൽ വെള്ളി നേടിയ ശ്രീശങ്കർ പാലക്കാട് സ്വദേശിയാണ്.
ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലും കോമൺവെൽത്ത് ഗെയിംസിലും താരം വെള്ളി സ്വന്തമാക്കിയിരുന്നു. അടുത്ത വർഷം നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിലും മത്സരിക്കുന്നുണ്ട്. നേരത്തെ ടോക്കിയോ ഒളിമ്പിക്സിൽ താരം പങ്കെടുത്തിരുന്നു. കേന്ദ്ര കായിക മന്ത്രാലയമാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. 2024 ജനുവരി 9 നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ഭവനിൽ വെച്ച് രാഷ്ട്രപതിയാണ് പുരസ്കാരങ്ങളെല്ലാം ജേതാക്കൾക്ക് സമ്മാനിക്കുക.